എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FIUGP 2025/index.php എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചില വിദ്യാർത്ഥികൾക്ക് ക്യാപ്പ് ഐ ഡി ഉണ്ടാകും, അത് ക്യാപ്പ് ഐ ഡി എൻ്റെ കയ്യിലുള്ളൂ, ആപ്ലിക്കേഷൻ നമ്പർ ഇല്ല എന്നുള്ളത് ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപ്പ് ഐ ഡിയും ആപ്ലിക്കേഷൻ നമ്പറും സെയിം ആണ്. അതായത് ആപ്ലിക്കേഷൻ നമ്പറാണ് ക്യാപ്പ് ഐ ഡി ആണ് ആപ്ലിക്കേഷൻ നമ്പർ. അതായത് ക്യാപ്പ് ഐ ഡി ആയാലും ആപ്ലിക്കേഷൻ നമ്പർ ആയാലും സെയിം ആണ്. അപ്പോൾ ക്യാപ്പ് ഐ ഡിക്ക് തന്നെയാണ് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്നത്. ക്യാപ്പ് ഐ ഡി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് ഐ ഡി എന്നുള്ളതാണ് ഈ ഒരു ക്യാപ്പ് ഐ ഡി എന്നുള്ളതിൻ്റെ ആ ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതായത് ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് ക്യാപ്പ് ഐ ഡി. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അഥവാ നിങ്ങൾ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അതല്ലെങ്കിൽ പാസ്വേഡ് എന്നിവ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഗിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഫോർഗോട്ട് പാസ്വേഡ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നുപോയതെങ്കിൽ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡാണ് മറന്നുപോയതെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ് മറന്നുപോയത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നിങ്ങൾ അടുത്ത ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒ ടി പി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ അത് റിക്കവർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ബോക്സ് കാണാൻ പറ്റും. അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാസ്വേഡ് രണ്ട് പ്രാവശ്യം, പുതിയ പാസ്വേഡ് ഏതാണോ വേണ്ടത് ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് എന്ന് ഇങ്ങനെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പുതിയ പാസ്വേഡ് സെറ്റ് ആക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ വന്ന ശേഷം നിങ്ങളുടെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ക്യാപ്പ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ടുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് അതായത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ 31/7/2025 ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നിങ്ങൾക്ക് സാധാരണ ഒരു അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു PDF ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ നിർദ്ദേശം കാണാം. അപ്പോൾ കേരള സർവകലാശാല 1ാം വർഷ ബിരുദ FIUGP പ്രവേശനം 2025 എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജുകളിലാണ് ഉണ്ടാവുക, ഗവൺമെൻറ് കോളേജിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോളേജ് പ്രവേശനം ഓഗസ്റ്റ് 1 അതുപോലെ തന്നെ 4 തീയതികളായിട്ടാണ്. അപ്പോൾ നിർദ്ദേശങ്ങൾ, കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലെ ഒഴിവുകൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ നികത്തപ്പെടുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് നികത്തപ്പെടുന്നത്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്നുള്ള ടാബ് ഉപയോഗിച്ച് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച് നിലവിലെ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ, അതായത് നിങ്ങൾക്ക്
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം നിങ്ങൾക്ക് ഫീസ് അടച്ച്, അതായത് നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും, അതായത് നിലവിൽ നിങ്ങൾ നേരത്തെ യൂണിവേഴ്സിറ്റി ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടി യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ മാത്രമേ ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ഫീസ് അടക്കാത്തവർ ആ ഒരു പ്രൊഫൈലിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അത് നേരത്തെയൊക്കെയുള്ള അലോട്ട്മെൻറ്റിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1, 4 തീയതികളിലായിട്ടാണ് കോളേജിൽ പ്രവേശനം. 1 എന്ന് പറയുമ്പോൾ നാളെയാണ്. അപ്പോൾ നാളെയും പിന്നെ തിങ്കളാഴ്ചയാണ്. 3, 2, 3 തീയതി എന്ന് പറയുമ്പോൾ ശനി ഞായറാണ്. അപ്പോൾ അന്ന് അഡ്മിഷൻ ഇല്ല. നാളെയും തിങ്കളാഴ്ചയുമാണ്. അത് ഓഗസ്റ്റ് 1, 4 തീയതികളായിട്ടാണ് കോളേജ് പ്രവേശനം. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിലവിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്താൽ ഓൺലൈൻ TC, അതായത് ഓൺലൈൻ TC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻപ് അലോട്ട്മെൻറ്റുകളിൽ ലഭിച്ച അഡ്മിഷൻ നഷ്ടമാകുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾ ഓൺലൈൻ TC, അതായത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ TC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ എടുത്തവർ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച കോളേജിൽ തൃപ്തരല്ല എങ്കിൽ നിലവിലെ അഡ്മിഷനിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, TC ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഓഗസ്റ്റ് 1 മുതൽ 4 തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് 1, 4 തീയതികളായിട്ട് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.